വ്യാപാര കരാറിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തോട് യോജിക്കുന്നു അമേരിക്ക. പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമെന്ന് അംഗീകരിച്ച ഭൂപടമാണ് യുഎസ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഓഫീസ് പുറത്തിറക്കിയത്. ചൈന കൈവശം വെച്ച ഇന്ത്യൻ പ്രദേശങ്ങളും ഇന്ത്യയുടേതെന്ന് അംഗീകരിച്ച അമേരിക്ക. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഒരു വ്യാപാര കരാറിന് ഇത്രയധികം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് തോന്നും പെട്ടെന്നുള്ള ഈ മാപ്പ് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ. POK അതുപോലെ തന്നെ ചൈനീസ് അധിനിവേശ പ്രദേശങ്ങൾ അതൊക്കെ ഇന്ത്യയുടെ ഭാഗമാക്കിക്കൊണ്ടുള്ള പുതിയ മാപ്പ് പുറത്തുവിട്ടിരിക്കുകയാണല്ലോ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ സോവർണിറ്റി അമേരിക്ക അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാവോ ബൽറാം? അതോ ആ ട്രേഡിന്റെ കരാറ് വരുമ്പോൾ ആ വ്യാപാര ഭൂപടം പുതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ? എന്താണ് സംഭവിച്ചത്? ഹഷ്മി ക്രിസ്റ്റീന, US ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ, അത് കരാർ സംബന്ധിച്ചുള്ള പ്രാഥമിക കരാറും ഒപ്പം തന്നെ അതിൻ്റെ ചട്ടക്കൂടും തയ്യാറായി ഇന്ത്യക്ക് അനുകൂലമായ ഒരു തീരുമാനങ്ങളിലേക്ക് US നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ചൈനയെയും പാകിസ്ഥാനെയും അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു നടപടിയാണ് US-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ കരാർ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ അത് വിവരിക്കുന്നതിന് വേണ്ടി US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഓഫീസ് പുറത്തിറക്കിയ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തിറക്കിയ ഭൂപടത്തിലാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം പൂർണ്ണമായും അതേപടി തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ ഭൂപടം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഈ കരാറിലെ വ്യവസ്ഥകളും എന്തെല്ലാം വസ്തുക്കളാണ് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുക, ഇന്ത്യയിൽ നിന്നും US-ലേക്ക് എത്തുക തുടങ്ങിയ കാര്യങ്ങൾ വിവരിക്കുന്നത്. ഈ സാധാരണ നിലയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ അത് പാക് അധീനതയിലുള്ള പാക് അധീന കശ്മീരും ചൈനീസ് അധീനപ്പെടുത്തിയ ചില പ്രദേശങ്ങളും ഉൾപ്പെടുത്താറുണ്ട്. എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ മറ്റ് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഭൂപടങ്ങളിൽ വ്യത്യസ്തമായ ഭൂപടമാണ് ഉപയോഗിക്കുക പതിവ്. മറ്റ് രാജ്യങ്ങൾ അത് പല ഘട്ടങ്ങളിലും വിവാദമായിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഇത്തരത്തിൽ ഈ പ്രദേശങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടങ്ങളിൽ ഇന്ത്യയുടെ ഭാഗമെന്ന് ഇന്ത്യ പലതവണ വ്യക്തമാക്കിയിട്ടുള്ള ഈ പാക് അധീന കശ്മീർ, അത് ഒപ്പം തന്നെ ചൈന അധീനപ്പെടുത്തിയ പ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭൂപടം US ട്രേഡ് വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് വിദേശകാര്യ മന്ത്രാലയത്തിൽ ഉപയോഗിക്കുന്ന ഒരു അംഗീകൃതമോ ഔപചാരികമായ ഒരു ഭൂപടമല്ല എങ്കിൽ പോലും രാഷ്ട്രീയമായുള്ള ഇന്ത്യയുടെ അസ്തിത്വം, ഇന്ത്യയുടെ ഭൂപടം അത് പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു നടപടി US-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.